ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്രാഗൺ പ്ലാന്റിൻ്റെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. നമുക്കറിയാം, നമ്മുടെ ഡ്രാഗൺ പ്ലാന്റ് വളർത്താനായിട്ട് ഏറ്റവും നല്ലത് വേനൽക്കാലമാണ്. പക്ഷേ അതിൻ്റെ സീസൺ വരുന്നത് പ്രധാനമായിട്ടും മഴക്കാലത്താണ്. ഈ സമയത്താണ് നമ്മുടെ ഡ്രാഗൺ പ്ലാന്റിന് കൂടുതലായിട്ട് ഫംഗസ് ബാധയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലത്തൊക്കെ വളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചെടിയെ പ്രത്യേകം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മഴക്കാലത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട്, കൂടുതൽ കീടബാധകളും ഫംഗസ് ബാധകളും ഒന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡ്രാഗൺ പ്ലാന്റ് എവിടെയാണോ നട്ടിരിക്കുന്നത്, അത് നിലത്തായാലും പോട്ടുകളിലായാലും ഡ്രമ്മിലായാലും അതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഡ്രാഗൺ ചെടിക്ക് അധികം വെള്ളം ആവശ്യമില്ലാത്ത ഒന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ചെടി ഫംഗസ് ബാധയൊക്കെ ഉണ്ടായി അത് ചീഞ്ഞ് നശിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വെള്ളം നന്നായി വാർന്നു പോകുന്നുണ്ടോയെന്നൊക്കെ, നമ്മുടെ ഡ്രെയിനേജൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗണിൻ്റെ ചുവട്ടിലുള്ള കളകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി മാറ്റി കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മഴക്കാലത്ത് നമ്മുടെ ഡ്രാഗൺ ചെടിയുടെ തണ്ടുകളിൽ ഫംഗൽ ബാധ പോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സാഫ് കലക്കി മഴയൊന്നുമില്ലാത്ത സമയങ്ങളിൽ തണ്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഡ്രാഗൺ ചെടി ഫംഗൽ ബാധയൊന്നുമില്ലാതെ നന്നായി വളരുകയും അതുപോലെ ഫംഗൽ ബാധ വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള തണ്ടുകളിലേക്കൊന്നും പടരാതിരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെയാണ് 15 ദിവസത്തിലൊരിക്കൽ സ്യൂഡോമോണസ് അത് കലക്കി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ മഴക്കാലത്ത് പ്രത്യേകം ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഈ മഴക്കാലത്ത്, അതുപോലെ തന്നെയാണ് സ്യൂഡോമോണസ് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും 15 ദിവസം കൂടുമ്പോഴെങ്കിലും 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ ഡ്രാഗൺ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിർബന്ധമായും ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് നമ്മുടെ ചെടികൾക്ക് രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു 15 ദിവസത്തിലൊരിക്കലോ 10 ദിവസത്തിലൊക്കെ നമ്മൾ വളം കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടി നന്നായിട്ട് കായ്ക്കുകയുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന മഴയുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ നന്നായി ഉണങ്ങിപ്പൊടിഞ്ഞിട്ടുള്ള വളങ്ങൾ, നല്ല കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള വളങ്ങൾ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊക്കെ ഫംഗൽ ബാധ ഉണ്ടാവാതിരിക്കാനുള്ള നല്ലൊരു മാർഗമാണ്. എന്നാൽ മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ നന്നായി പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം തരും. അതുപോലെ തന്നെയാണ് ഫിഷ് ഓമിനോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇതുപോലെ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡ്രാഗന് വളമിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുവട്ടിലെ കളകൾ നീക്കിയ ശേഷം നമുക്ക് വളമിട്ട് കൊടുക്കാവുന്നതാണ്. കാരണം മറ്റു ചെടികളെ പോലെ നമ്മൾ അതിൻ്റെ ചുവടിളക്കിയിട്ട് വളമിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ വേരുകളൊക്കെ ഏതാണ്ട് മുകളിലായിട്ട് തന്നെയാണ് കൂടുതലായും കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് വളമിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വേരുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുവഴിയും നമുക്ക് നമ്മുടെ ചെടിയിലേക്ക് രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡ്രാഗൻ്റെ പൂ വിരിയുന്ന ദിവസങ്ങളിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് നമുക്ക് ആ വിരിയാറായ പൂവിൻ്റെ മുകളിൽ ഒരു കവർ ഇട്ട് കൊടുത്ത് അത് നേരം വെളുക്കുന്ന സമയത്ത് അത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ, അതിനുശേഷം തേനീച്ചകളൊന്നുമില്ലെങ്കിൽ നമ്മളത് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്
അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പൂ നശിച്ചു പോകാതെ നമുക്കത് കായായിട്ട് തന്നെ കിട്ടുന്നതാണ്. മഴക്കാലത്ത് കുറച്ചൊരു ശ്രദ്ധ നമ്മുടെ പ്ലാന്റിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊന്നും നശിച്ചു പോകാതെ നല്ല വിളവും നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.